രാജ്യത്തെമ്പാടും നടക്കുന്നതാണ് ഈ വന്ദേ മാതര സദസ്സ്. സത്യത്തിൽ സോണിയാഗാന്ധി നമ്മുടെ ആ ഗീതത്തോട് മാത്രമല്ല, ഈ ഭാരത ഭൂമിയോട്, ആ ഭൂമിയിലെ 140 കോടി മക്കളോട് വലിയ നന്ദികേടാണ് കാണിച്ചിട്ടുള്ളത്. അവരൊരു വിദേശിയായിരുന്നു. നമ്മുടെ രാജ്യത്തൊരു പ്രധാനപ്പെട്ട കുടുംബാംഗം അവരെ പ്രണയിച്ചു. അവരെ ഈ ഭാരതം കാമുകിയായി കണ്ടു, ഭാര്യയായി കണ്ടു, അമ്മയായി കണ്ടു, സഹോദരിയായി കണ്ടു. എന്തിനേറെ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അവരെ നേതാവായി കണ്ടു. എന്നിട്ട് ഈ ഭാരത ഭൂമിയെ അവർ നിന്ദിച്ചിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വന്ദേ മാതരം ഗീതത്തിന്റെ അർത്ഥം സോണിയാഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ KC വേണുഗോപാലോ മറ്റോ അവരെ ഉപദേശിച്ചു കൊടുക്കണം. അത് ഈ രാജ്യത്തെ, നമ്മുടെ മാതൃരാജ്യത്തെ വന്ദിക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ അബുൽ കലാം ആസാദ് പാടി നടന്ന പാട്ടാണ്. ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദേശസ്നേഹം ഈമാന്റെ ഭാഗമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഈമാൻ കാര്യത്തിൽ 6 1 എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കണം. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ, അല്ലെങ്കിൽ ദുർഗയും ലക്ഷ്മിയും ഒക്കെ ഈ പ്രവാചക ഗുരു പരമ്പരയിൽപ്പെട്ടവരാണ്. 1,24,000 അംബിയാ മുർസലീങ്ങളെ വിശ്വസിക്കണമെന്നാണ് ഞങ്ങളെ മദ്രസ എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു നല്ല ഡിബേറ്റിന് സാധ്യതയുള്ള വിഷയമാണ്. പക്ഷേ ഇത് വഴിതെറ്റിക്കുന്ന വിധത്തിൽ, ഇത് മുസ്ലിങ്ങളുടെ ഏകമത വിശ്വാസത്തിൽ, ഏകദൈവ വിശ്വാസത്തിനെതിരാണ് എന്നുള്ളതാണ്. നിങ്ങൾ വന്ദേ മാതരം അതിമനോഹരമായ ഒരു ഉപമാലങ്കൃതയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. അത് ഈ രാജ്യത്തെ മനോഹരമായി വർണ്ണിക്കുന്ന ഒന്നാണ്. അതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈമാൻ കാര്യം അനുസരിച്ച് തന്നെ മുസ്ലിങ്ങൾക്ക് അത് പാടുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.